ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നതും നമ്മൾ ഡേ ടു ഡേ പോയതും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ടു ഡേ പോയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലെല്ലാം പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഷോപ്പിംഗ് എല്ലാം എന്താ പറയുക, പാത്രങ്ങളെല്ലാം നോക്കണം. അതും വില കുറഞ്ഞിട്ട് നമുക്ക് നല്ല പാത്രങ്ങൾ കിട്ടണം എന്നെല്ലാം എന്താ പറയുക വിചാരിക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ ഞാൻ ഇതിന് മുമ്പും അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ പോയപ്പോൾ ഞാനിത് ശരിക്കും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ അന്ന് പോകാത്ത കുറച്ച് സെക്ഷനും കാണാത്ത കുറച്ച് ഐറ്റംസ് എല്ലാം കണ്ടപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് ഇട്ടാളയാന്ന് വിചാരിച്ചു. പാത്രം പിന്നെ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ ഇത് അവിടെ കയറി ഇതെല്ലാം മാക്സിമം ഇവിടെ 20 ആണ് കേട്ടോ. പിന്നെ 20 ദിറംസ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും 7, 8, 9 ആ ഒരു റേഞ്ചിലുള്ളതാണ്. കുറച്ച് വലുപ്പം കൂടുമ്പോൾ ഇത്തിരി എന്താ പറയുക 1-2 ദിറംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും. പിന്നെ മൂടിയുള്ളതിനും അങ്ങനെയെല്ലാം ആയിട്ട് ഈ പാനെല്ലാം ശരിക്കും അത്രയേ വിലയുള്ളൂ. 10 ഉണ്ട്, 10 ദിറംസ്, 15 ദിറംസ്, 12 ദിറംസ് അങ്ങനെയെല്ലാം ആയിട്ട്. പിന്നെ ഈ കടായി എല്ലാം 13, 14 അങ്ങനെയല്ല 10 വരെ ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക അന്ന് പോയപ്പോൾ പിന്നെ കുറേ എനിക്ക് എടുക്കാൻ, അന്ന് പിന്നെ കുറേ ആൾക്കാരെല്ലാം ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഫുൾ ലേഡീസും അങ്ങനെയായിട്ട് അവരുടെ ഫേസ് ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് അത്ര ആളൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്താളയാം, ആയിരിക്കെങ്കിൽ ഉപകാരമാവുമെങ്കിൽ ആയിക്കോട്ടെ. അന്നിട്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിന് പോയി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം ഇടാനുള്ള ബൗളും അതിൻ്റെ ഒരു സ്റ്റാൻഡും എല്ലാം ഇതെല്ലാം ശരിക്കും 10 ദിറംസേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുള്ളൂ നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവർക്കെല്ലാം അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളവർക്കെല്ലാം നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ ഇതെല്ലാം അങ്ങനത്തെ എന്താ പറയുക ഐറ്റംസാണ്. ഇതെല്ലാം മാക്സിമം 10, 15 അത്ര ആ ഒരു റേഞ്ചിൽ വരുന്നത്. പിന്നെ അതിൻ്റെ വേറൊരു ടൈപ്പ് തന്നെ ഇതും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഇടാനുള്ള ബൗളും ഇട്ട് വെക്കാനുള്ള സ്റ്റോറേജ് ചെയ്യാനുള്ളത്. ഇവിടെ തന്നെ നമ്മൾ കുറേ ഡേ ടു ഡേയിലെല്ലാം പോയിട്ടുണ്ടായിരുന്നെങ്കിലും പല സ്ഥലത്തും നമ്മളിങ്ങനെ ഒരു വാരി വലിച്ചിട്ട പോലെ, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഓർഡർ തെറ്റി പാക്കറ്റെല്ലാം പൊളിച്ചിട്ട് ചിലപ്പോൾ നമ്മളൊന്ന് എടുത്ത് എന്തെങ്കിലും ഡാമേജ് കണ്ട് വേറെ തിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ വേറെ പീസ് ഉണ്ടാവില്ല. അങ്ങനെ കുറേ എന്തെല്ലാം ഒരു വാരി വലിച്ചിട്ട പോലെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെയെല്ലാം നല്ല കറക്റ്റ് എല്ലാം നല്ല രസമായിട്ട് വെച്ചിന് നമുക്ക് പെട്ടെന്ന് എടുക്കാനും നോക്കാനും എല്ലാം കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചിൽ. പിന്നെ അന്ന് ഞാൻ മേലെ ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ലേനു. അപ്പോൾ ഇന്ന് പിന്നെ മുകളിലും എല്ലാം പോയിട്ടൊന്ന് നോക്കി. അപ്പോൾ ഇനി എന്താ പറയുക എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട്, ഷോർട്ട് വീഡിയോ കണ്ടിട്ട് വീണ്ടും 2-3 പേര് പറഞ്ഞിട്ട് നീ ഇനി പോകുമ്പോൾ നമ്മളെയും കൂടി വിളിക്ക്, നമുക്കൊന്നുകൂടി പോകാൻ തന്നെ പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ ഫ്രണ്ട്സ് വേറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റീലും ഇതെല്ലാം, പിന്നെ സ്റ്റീൽ പാത്രങ്ങളൊന്നും പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ നമുക്ക് അത്ര ആവശ്യമൊന്നും ഇല്ലേനും. പിന്നെ ഇതെങ്ങനത്തെ ശരിക്കും ഇതന്നെ നോൺ സ്റ്റിക്ക് പാനും പിന്നെ കടായിയും സെർവിങ് പ്ലേറ്റ് അങ്ങനത്തെ എല്ലാം തന്നെ മെയിനായിട്ട് നോക്കുക. പിന്നെ കുറച്ച് വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും വേറെ വേറെ മാറ്റി പ്ലേറ്റിലെല്ലാം വെക്കണം എന്നെല്ലാം വിചാരിക്കുമല്ലോ. ഇതിങ്ങനെ കുപ്പിൻ്റെ ഒന്നുമല്ല, പക്ഷെ അതിനെ കാണാൻ നല്ല രസമുണ്ട്. ഒരു 3-4 പേർക്ക് നമുക്ക് കറിയെല്ലാം സെർവ് ചെയ്യാനും എല്ലാം പറ്റും. അത്രയേ ഉള്ളൂ. വിലയും 6, 7 ആ ഒരു എന്താ പറയുക ദിറംസ് അത്ര. പിന്നെ ഇത് നമുക്ക് സ്നാക്സ് എല്ലാം ഇടാനും. പിന്നെ ഇതെല്ലാം ട്രേ ആട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനത്തെ ട്രേ ഒന്നും ഇപ്പോൾ ആര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഒരു പണ്ടത്തെ ഒരു സ്റ്റൈല് ഇപ്പോൾ കുറേ മാറി. മറ്റേ വുഡിൻ്റെയും വേറെ പല മാതിരിയൊന്നും വന്നില്ല. ഇത് മറ്റേ റൊട്ടേറ്റ് ചെയ്യുന്ന ട്രേ. പിന്നെ ഇതെല്ലാം നമ്മൾ പുഡിങ്ങെല്ലാം എന്താ പറയുക ഉണ്ടാക്കാൻ ഗ്ലാസിൻ്റെ പുഡിങ് ഡിഷെല്ലാം ഉണ്ടാവില്ലേ, പിന്നെ മൈക്രോവേവിലും വെക്കാം. ഇങ്ങനത്തെ കണ്ടെയ്നർ മൂടിയെല്ലാം ഉണ്ട്. ഇതിനെ കണ്ടല്ലോ ശരിക്കും അത്രയേ ഉള്ളൂ 10 ദിറംസ് എല്ലാം. കുറേ ദിവസമായി ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തെല്ലാം വെച്ചിട്ട് പിന്നെ വോയിസ് കൊടുക്കാൻ എന്താ പറയുക സമയം കിട്ടുന്നില്ല. പിന്നെ 2 ദിവസം നല്ല തലവേദന എല്ലായി. ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. പിന്നെ ഇതിപ്പം കണ്ടോ 20 ദിറംസിന് 2 പീസ് ഉണ്ട്. ഇത് ശരിക്കും നല്ല എന്താ പറയുക നല്ല വെയിറ്റ് ഉണ്ട്. നാട്ടിലെല്ലാം പോകുന്നവർക്ക് നല്ല ഉപകാരമായിരിക്കും. 20 ദിറംസിന് 2 എണ്ണം. ഞാൻ പറഞ്ഞല്ലോ പിന്നെ ആർക്കെങ്കിലും ഗിഫ്റ്റ് എല്ലാം കൊടുക്കണമെങ്കിൽ അതും നല്ലതാണ്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ബോട്ടിലെല്ലാം ഉണ്ടല്ലോ നമ്മൾ ഓരോന്ന് ഇട്ട് വെക്കാനും. പിന്നെ ഇതിൻ്റെ മൂടിയാണ് ഭയങ്കര. ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു ഇവിടെയെല്ലാം ഓക്കെ നടക്കുമായിരിക്കും. പക്ഷെ നാട്ടിലെല്ലാം ഉറുമ്പെല്ലാം എന്താ പറയുക ഇതിലോട്ടെല്ലാം കയറി വരാമെന്നറിയില്ല. എങ്ങനെ മൂടി വെച്ചാലും നമ്മൾ എന്തായാലും ഒരു ഉറുമ്പെങ്കിലും കയറുമല്ലോ. ഇവിടെയെല്ലാം അങ്ങനത്തെ മൂടിയെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കും. നാട്ടിൽ നമ്മൾ കുറച്ച് ടൈറ്റ് എല്ലാം മൂടെല്ലാം ചെയ്യാം. അപ്പോൾ അതുപോലത്തതും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഫുള്ള് ഗ്ലാസിൻ്റെവും
പിന്നെ വുഡിൻ്റെ മുടിയെല്ലാം ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ എല്ലാം കിച്ചണിൽ വെച്ചാൽ തന്നെ നല്ല രസമായിരിക്കും. പിന്നെ ഇത് സൂപ്പ് ബൗള്, നല്ല വെയിറ്റ് ഉണ്ട് എടുക്കാൻ നോക്കിയിട്ട്. പിന്നെ പിന്നെ ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്കെല്ലാം ഇത് ആവശ്യമുള്ളവർ എന്താ പറയുക, ആർക്കെങ്കിലും ഉപകാരമാവുമെങ്കിൽ ഓക്കെ, നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതും ഞാൻ കുറേ നാളായി നോക്കി നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ വേറൊരു ഡേ ടു ഡേ കണ്ടിരുന്നു. അപ്പോൾ അതിനൊരു വുഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ല. നമ്മൾ പുഡിങ്ങെല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബൗളിൽ തന്നെ സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒന്ന് കുറേ നാളായി ഞാൻ നോക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം അത്രയേ ഉള്ളൂ, 10 dirhams 11 dirhams അങ്ങനെ. നല്ല ഗ്ലാസിൻ്റെ നാട്ടിൽ നമുക്ക് എന്താ പറയുക, നല്ല ഉപകാരമായിരിക്കും. ഡൈനിങ് ടേബിളിലെല്ലാം കറിയോ എന്തെങ്കിലും റൊട്ടി ആയാലും എല്ലാം സെർവ് ചെയ്ത് വെക്കാനെല്ലാം നല്ല രസമാണ്. പിന്നെ ഇതിനുള്ള ഇതന്നെ ഡെസേർട്ടെല്ലാം വെക്കാനുള്ളതും. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുറേ പ്ലേറ്റ്. ഇതെല്ലാം ശരിക്കും 2, 3, 4 അങ്ങനെ ആ ഒരു റേഞ്ചിൽ തുടങ്ങുന്ന നല്ല നല്ല പിന്നെ ബൗളും പ്ലേറ്റും. ഇപ്പം അധികം നമ്മൾ സ്നാക്സെല്ലാം ഇപ്പോൾ ഓരോന്ന് ഉണ്ടാക്കാൻ എന്തും സെർവ് ചെയ്യുമ്പോൾ വേറെ വേറെ പ്ലേറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ എടുക്കാൻ. അപ്പം ഞാൻ വിളമ്പി വെച്ച പ്ലേറ്റിൽ വേറെ കുറേ ആൾ പറയും ഈ പ്ലേറ്റ് തന്നെ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അവർ റീലിൽ കണ്ടാൽ ഞാനും പറയാറുണ്ട് ഇതും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവരും പറയും നമ്മുടെ ഡേ ടു ഡേ തന്നെ വാങ്ങിച്ചതാണെന്നല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ലതാണല്ലോ, കുറച്ച് പൈസക്ക് കുറേ വാങ്ങിക്കാമല്ലോ. ഇതായതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരു 2-3 പേർക്കെല്ലാം സെർവ് ചെയ്യാൻ കറിയെല്ലാം ഇട്ട് വെക്കാം, ചെറിയ ഫാമിലിയിലുള്ളവർക്ക്. ഇതിങ്ങനെ എന്താ പറയുക, സൂപ്പോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ടെല്ലാം വിളമ്പാനും. പിന്നെ ഇതന്നെ ഫുള്ള് ഗോൾഡൻ, എന്താ പറയുക, ബോർഡറെല്ലാം ഫുള്ള് ഗോൾഡൻ ആയിട്ട്. അതെല്ലാം നമ്മളിങ്ങനെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കളർ പോയിരിക്കും. പക്ഷേ ഇതെല്ലാം നമ്മൾ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഫോട്ടോ അതിനെല്ലാം പാർട്ടിയെല്ലാം വരുമ്പോൾ അങ്ങനെയല്ലേ എടുക്കും. ഇപ്പോൾ നമ്മളിങ്ങനത്തെ ഒന്നും എടുക്കില്ലല്ലോ. ഈ ഗോൾഡും ബ്ലാക്ക് ഗോൾഡ് ഇതെല്ലാം കാണാൻ തന്നെ നല്ല രസമായിരിക്കും ഇങ്ങനത്തെ വിളമ്പി വെച്ചാൽ തന്നെ. ഇതെല്ലാം അങ്ങനത്തെ തന്നെ ഐറ്റംസ്, ഫുള്ള് ഗോൾഡൻ ആയിട്ട്. ഇതിനും എല്ലാം അത്ര തന്നെ 15, 20 dirhams മാക്സിമം, എല്ലാം 20 തന്നെ. പിന്നെ ഇത് ഗ്ലാസും വുഡിൻ്റെ മൂടികളായിട്ടുള്ളത്. പിന്നെ ഇത് വേറെ കുറേ കണ്ടെയ്നർ. പിന്നെ ഇതെല്ലാം പിസ്സ എല്ലാം വിളമ്പാൻ പിസ്സ ട്രേയും, പിന്നെ സെർവിങ് ട്രേ, കട്ടിംഗ് ബോർഡ്, റൗണ്ടും എന്താ പറയുക സ്ക്വയറും എല്ലാം ഉണ്ട്. ഇപ്പം കൂടുതൽ പേരും എന്താ പറയുക വുഡിൻ്റെ അതൊന്നും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് അധികം മിസ്റ്റർ ഷെഫിൻ്റെ വീഡിയോയിൽ ഇങ്ങനത്തെ വുഡിൻ്റെ ബൗളെല്ലാം കാണൽ. ഞാൻ കുറച്ച് നല്ല വലിപ്പമുള്ള ഉണ്ടെങ്കിൽ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ട്രേ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ട്രേ എല്ലാം ഫുള്ള് മോഡേണായി. പണ്ടത്തെ ആ ഒരു ഇതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു. ട്രേ തന്നെ. ഇതെല്ലാം ശരിക്കും 10, 11, 15 ആ ഒരു റേഞ്ചിൽ. പിന്നെ ഇതെല്ലാം ഫുള്ള് ഇട്ട് വെക്കുന്ന ബോട്ടിലും അങ്ങനത്തെ സാധനമെല്ലാം ഇടാനുള്ള കുറേ ചെറിയ ചെറിയ കണ്ടെയ്നറും. പിന്നെ ഇത് തുടക്കാനുള്ള തുണി, അതെല്ലാം എല്ലായിടത്തും 10 dirhams തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ വേറെ അടുത്ത് വാങ്ങിച്ചതും 10 തന്നെ. പിന്നെ വേറൊരു ട്രേ. പിന്നെ കുറേ കപ്പ്, ഗ്ലാസ്. പിന്നെ അവിടെ ഒന്നും ഞാൻ പിന്നെ അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ മൺകൂജ എന്നെല്ലാം പറയില്ല, പക്ഷെ ഇത് മണ്ണിൻ്റെ അല്ല, ഇത് വേറെ എന്താണെന്ന് തോന്നുന്നു. പിന്നെ ഇത് മൺചട്ടിയും. ചട്ടിൻ്റെ പ്രൈസിന് പുറത്തെങ്ങനെയാണെന്ന് അറിയില്ല, ഇവിടെ എല്ലാം അത്ര തന്നെ. എനിക്കൊന്നും ഇവിടെയാന്ന് തോന്നും കുറവ്. നല്ല സ്ക്വയർ ആയിട്ടുള്ള ചട്ടി കണ്ടോ, ഞാൻ എടുക്കാൻ നോക്കി, പക്ഷെ നല്ല മുടിഞ്ഞ വെയിറ്റ് ആയിരുന്നു, അതുകൊണ്ട് അവിടെ തന്നെ വെച്ച്. പിന്നെ ഇതെല്ലാം കുറേ സ്ട്രെയിനറും ബൗള് അങ്ങനത്തെ എല്ലാം ഉള്ള. ഞാൻ പറഞ്ഞല്ലോ 10, 15, 20 ആ ഒരു റേഞ്ചിൽ പോകുന്നതന്നെ. പിന്നെ ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഓരോ ഭാഗവും ഇങ്ങനെ കഴിഞ്ഞെന്ന് വിചാരിക്കും, പിന്നെയും ഉണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ ഏറ്റവും കൂടുതലുള്ള വില കണ്ടത് 39 ആണ് ഈ പാത്രങ്ങളെല്ലാം. നല്ല വണ്ണമുണ്ട്, 39 ഓക്കെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വില കൂടിയിട്ടുള്ള ഒരു ഐറ്റംസ് കണ്ടത്. പിന്നെ താഴത്ത് ശരിക്കും കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ഇനിയും ഒരുപാട് എന്താ പറയുക കാണാനും ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേലെ കയറി. മേലെയെല്ലാം നല്ല ആൾക്കാരുണ്ടായിരുന്നു. മേലെ കയറിയപ്പോൾ 15 നല്ല ബാഗ്. ഞാൻ പറഞ്ഞല്ലോ നാട്ടിലെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ പോകുമ്പോൾ വേണമെന്നുള്ളവർക്ക് നോക്കാം. ആദ്യം നമ്മുടെ ഡേ ടു ഡേ എന്നുള്ള ആടെല്ലാം കാണുമ്പോൾ ബാഗെല്ലാം ഒരുമാതിരി ഒരു ലോക്കൽസ് അങ്ങനെ നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നല്ല രസമുണ്ട്.
എനിക്കൊരു ബ്രാൻഡഡ് അതിൻ്റെ കോപ്പിയിലുണ്ടല്ലോ ആ ഒരു സംഭവം പോലെ തന്നെ. പിന്നെ ഫുള്ള് ഇത് ആക്സസറീസ് തന്നെ, വള, മാല, കാതില, പിന്നെ ആംഗ്ലറ്റ്, ഒറ്റ കല്ല് ഇടുന്ന പാസരലുണ്ടല്ലോ അത്, അങ്ങനെ തന്നെ. പിന്നെ നമുക്ക് ഗിഫ്റ്റ് എല്ലാം കൊടുക്കാൻ പറ്റിയ നല്ല ബോക്സിൽ ഇങ്ങനത്തെ ജ്വല്ലറിയും ആക്സസറീസ് എല്ലാം ഉണ്ട്. പിന്നെ ഇതാ മൂക്കുത്തി, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മൂക്കുത്തി. പിന്നെ എന്തെങ്കിലും നാട്ടിൽ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ മൂക്കുത്തി എല്ലാം വാങ്ങിയിട്ട് വെക്കാൻ. ഇതെല്ലാം ഫുൾ അങ്ങനെ തന്നെ. നമ്മൾ കുറേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇഷ്ടമുള്ള, എന്താ പറയുക, നല്ല രസമായിട്ടുള്ളതെല്ലാം കിട്ടും. കുറേ കളക്ഷൻ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഫുള്ള് വാച്ച് തന്നെ. പിന്നെ വാച്ചൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ ഇതാ വാച്ച്, റബ്ബർ ബാൻഡ്, ഹെയർ ബാൻഡ്, ക്ലിപ്പ്. നാട്ടിൽ കുട്ടികളെല്ലാം കുറേ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള അതെല്ലാം നല്ലതായിരിക്കും. ഇവിടുന്ന് ഷോപ്പ് ചെയ്താൽ നമുക്ക് അത്രയേ വിലയുള്ളൂ. പിന്നെ ഇതാ ഞാൻ കുറേ നാളെ വിചാരിക്കുന്ന വാച്ചെല്ലാം ഇട്ട് വെക്കാനൊരു ഇതേപോലെ ഒരു ബോക്സ് വാങ്ങിക്കണം എന്നല്ല. അപ്പോൾ ഉള്ളതെല്ലാം പിന്നെ നാട്ടിൽ കൊണ്ടുപോയി, വീടൊന്നും ഇല്ലേനു. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വാച്ചിൻ്റെ നോക്ക്. പിന്നെ ബാംഗിൾസ് എല്ലാം ഇടാൻ അതിനൊരു സ്റ്റാൻഡെല്ലാം നോക്കുമായിരുന്നു. പിന്നെ അത് ഇവിടുന്ന് കിട്ടിയിട്ടില്ല, അത് ഞാൻ പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് ഇതന്നെ, മാലയും ക്ലിപ്പും വള, ഇത് മോതിരം, അങ്ങനെ തന്നെ ഫുള്ള്. പിന്നെ ഇതൊന്നും പിന്നെ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾക്കെല്ലാം വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്ത് ഷെയർ ആക്കുന്നതെന്ന് മാത്രം. ഞാൻ പറഞ്ഞല്ലോ ഗിഫ്റ്റെല്ലാം കൊടുക്കാൻ നല്ല ബോക്സിൽ ഇതെല്ലാം കാണാനും നല്ല രസമുണ്ട്. നമ്മളെ കുറേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നല്ലതെല്ലാം കിട്ടും. അധികം ഇങ്ങനെ എന്താ പറയുക തല്ലിപ്പൊളി പോലത്തെ ഒന്നല്ല, നല്ലതുണ്ട്. പിന്നെ മേലെ നിന്ന് ഇതാ കുറേ ഇങ്ങനെ നടന്ന് കളിച്ചാണ്, നല്ല ആളും ഉണ്ടായിരുന്നു. പിന്നെ താഴെത്തി ഒരു മെഹന്തി കോണെല്ലാം മേടിച്ച്. പിന്നെ ഇത് ഫുള്ള് ഫുഡ് സെക്ഷന്. പിന്നെ ഫുഡിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പോയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ ചെറുതായിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരമെല്ലാം ഉള്ളിൽ തന്നെ അങ്ങനെ അവിടെ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് ഇതാ. അപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ടായിനു. അങ്ങനെ കഴിക്കാനും കുടിക്കാനെല്ലാം നമ്മളെന്തെല്ലോ അവിടെ നിന്ന് എടുത്ത് അങ്ങനെ ഫുള്ള് എന്താ പറയുക ഡേ ടു ഡേ ഫുൾ കവർ ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും നമുക്ക് കാണാൻ ഒത്തിരി സ്ഥലം ബാക്കിയുണ്ട്. പ്ലേറ്റിൻ്റെ സെക്ഷനൊന്നും ശരിക്കും പറഞ്ഞാൽ തീർന്നിട്ടില്ല, മറ്റേ സൈഡെല്ലാം കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നമുക്ക് ടയേർഡായി മതിയായി, രാത്രി ലേറ്റായി. പിന്നെ ഇതാ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോയി ഡിന്നറെല്ലാം കഴിച്ച്. പിന്നെ ഞാനതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞല്ലോ KFC എല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ അതെല്ലാം ഇതാ രാത്രി പിന്നെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഉറങ്ങി. പിറ്റേന്ന് ഇതെല്ലാം ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ച് ഷോക്കേസിലെല്ലാം കയറ്റി വെക്കണം. അപ്പോൾ ഞാനൊന്ന് എന്തെല്ലാം വാങ്ങിച്ചതെന്ന് കാണാൻ വേണ്ടി വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം ഇനി ഇത് ഓരോന്ന് വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഇതിൽ ഇന്ന് ഇതിട്ടിട്ട് വീഡിയോ എടുക്കാം, അതിട്ടിട്ട് ഫോട്ടോ എടുക്കാം, അങ്ങനെയല്ലായിരുന്നു ചിന്തിച്ച്. അപ്പോൾ ആദ്യമെല്ലാം എന്ത് നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം നാട്ടിൽ കൊണ്ടുവെക്കാം. അപ്പോൾ ഇനിയിപ്പം വിചാരിച്ച് മതി, ഇനി ഇവിടെ തന്നെയാണ് നമ്മൾ കൂടുതൽ നിൽക്കുന്നതും യൂസ് ആക്കുന്നതും എല്ലാം. അപ്പോൾ ഇവിടെ തന്നെ അങ്ങ് ഉപയോഗിച്ച് തീർക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നാട്ടിലെല്ലാം വാങ്ങിക്കുമ്പോൾ പിന്നെ നല്ലതെല്ലാം വാങ്ങാൻ നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല വിലയുള്ള സാധനങ്ങളായിരിക്കും. അതെപ്പോൾ നമുക്ക് നിൽക്കേണ്ടതല്ലേ. ഇവിടെ ആയതുകൊണ്ട് പിന്നെ ഇതെല്ലാം മതി എന്ന് വിചാരിച്ച്. ഇപ്പം ഞാനിതൊരു 6 പീസ് എന്നതിന് വിചാരിച്ച് നോക്കുമ്പോൾ ഇത് 4 കുറഞ്ഞ വിലയാണെങ്കിൽ എല്ലാം നല്ല സാധനങ്ങളാട്ടോ. ഞാൻ ഇത്ര ആളും വാങ്ങിച്ചത് ഉപയോഗിച്ചതൊന്നും എനിക്ക് അങ്ങനെ ഒന്നും പെട്ടെന്ന് ബെടുക്കായി അങ്ങനെ ഒന്നും ആയിട്ടില്ല. പിന്നെ നമ്മളിതെല്ലാം ഡെയിലി നമ്മളിതന്നെ എടുത്തിട്ട് ഉപയോഗിക്കില്ലല്ലോ. അപ്പം നല്ല ഗസ്റ്റെല്ലാം വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ, അതിനെല്ലാം ശരിക്കും നല്ല സാധനം. നമ്മളിപ്പോൾ നല്ല വെയിറ്റും അങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതെല്ലാം നല്ലത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാ എടുത്തതെല്ലാം ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക. പിന്നെ ഇത് വാച്ച് കൊണ്ടുവന്നതെല്ലാം അതിലേക്ക് വെക്കുക. പിന്നെ എക്സ്ട്രാ വാച്ചെല്ലാം ഉണ്ടായി. ഇപ്പോൾ ഇതിൽ കൊള്ളുന്ന ഇതിപ്പോൾ 6 പീസേ കൊള്ളൂ, അത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഡെയിലി ഇടുന്ന വാച്ച് ഉണ്ടാവുമല്ലോ, നമ്മളിപ്പോൾ എത്ര വാച്ച് ഉണ്ടായാലും നമുക്ക് ചില വാച്ചുകളെല്ലാം കാര്യം അങ്ങനെ തന്നെ. എൻ്റെ ബാഗ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, വാച്ച് നമ്മൾ ചിലപ്പോൾ ഇട്ട് തന്നെ ഇടാൻ, കാരണം അത് നമുക്ക് വേറെ തന്നെ ഒരു ഇഷ്ടമായിരിക്കും. ബാക്കിൽ നമ്മൾ ഇടാത്തൊന്നും എടുക്കില്ല, എപ്പോൾ ഇട്ട വാച്ച് തന്നെ എടുത്ത ബാഗ് തന്നെ അങ്ങനെ തന്നെ യൂസ് ചെയ്യില്ല. അതുപോലത്തെ അങ്ങനെ എപ്പോൾ എന്താ പറയുക ഡെയിലി യൂസ് ചെയ്യുന്ന വാച്ചെല്ലാം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേയെല്ലാം ബാറ്ററി എല്ലാം തീർന്നിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ എല്ലാം നിന്ന് നോക്കണം, നമ്മളെപ്പോഴും ഒന്നോ രണ്ടോ അതന്നെ യൂസ് ആക്കുന്നുണ്ട്.
ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം തുടച്ച് വെക്കുക. ഇനി ബാക്കിയുള്ള വളമെല്ലാം അത് ഞാൻ പറഞ്ഞത് അത് ഞാൻ ബാങ്കിലെല്ലാം വെക്കാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ആദ്യം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഫുള്ളൊന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതൊന്നും കൂടി വാങ്ങിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എന്താ പറയുക ഓർഗനൈസിങ്ങും ഷോപ്പിങ്ങും എല്ലാം. അപ്പോൾ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.